ഇസ്ലാമികമായ ഒരു അമ്മായിമ്മയാകാത്തത് എന്താണ്? ഒരു ഇസ്ലാമികമായ ഒരു മരുമകളാകാത്തത് എന്താണ്? ഒരു ഇസ്ലാമികമായ ഒരു നാത്തൂനാവാത്തത് എന്താണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കും, ഇതൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ അറിയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, ഗൾഫിൽ നല്ല ഉഗ്രൻ സൗകര്യങ്ങൾ, എല്ലാ സൗകര്യങ്ങളും, മാസത്തിൽ അവർ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് പോരാനുള്ള സാലറിയും കാര്യങ്ങളുണ്ട്. അവിടെ സ്വന്തമായ ഫ്ലാറ്റ്, കമ്പനി അനുവദിച്ച ഫ്ലാറ്റ് ഉണ്ട്. ആ ഫ്ലാറ്റിലേക്ക് അവൻ്റെ ഭാര്യയെ കൊണ്ടുപോകാനുള്ള സമ്മതം അവൻ്റെ അമ്മ കൊടുക്കണില്ല. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലായി, കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയിട്ട് അവൻ്റെ കൂടെ ഭാര്യയെ താമസിപ്പിക്കാൻ ഉമ്മ അനുവദിക്കുന്നില്ല, നാത്തൂന്മാർ സമ്മതിക്കുന്നില്ല. ആ ചെറുപ്പക്കാരൻ്റെ മനോവേദന നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ ഇപ്പം നിങ്ങൾ ചോദിക്കും, വാപ്പനിമ്മനി നോക്കണ്ടേ? വാപ്പനിമ്മനി നോക്കണം. വാപ്പനിമ്മനി നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മകനെ കൊണ്ട് പെണ്ണെട്ടിക്കാൻ പറ്റുമോ സഹോദരിമാരെ? പറ്റും. വാപ്പനിമ്മനി നോക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മകനെ കൊണ്ട് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുന്നത്? അതിനാണോ? അപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ വാപ്പനിമ്മനി നോക്കണം, നോക്കണ്ടെന്ന് നമുക്ക് അഭിപ്രായം. അങ്ങനെ നോക്കാൻ ഏറ്റവും കടപ്പെട്ടത് മകനല്ലേ? ഓൻ എന്തിന് നിങ്ങൾ ഗൾഫിലേക്ക് പറഞ്ഞയച്ചു? എൻ്റെ മാന്യമായ ചോദ്യം, നിങ്ങൾ എന്തിനാണ് നിങ്ങളെ നോക്കാൻ വീട്ടിൽ ഒരാൾ വേണമെങ്കിൽ നിങ്ങൾ മകനെ എന്തിന് ഗൾഫിലേക്ക് പറഞ്ഞയച്ചു? ആ ചോദ്യത്തിന്റെ മറുപടിയാണ് നിങ്ങൾ ആദ്യം പറയേണ്ടത്. നിങ്ങളെ നോക്കേണ്ട മകനെ നിങ്ങൾക്ക് ഗൾഫിലേക്ക് പറഞ്ഞയക്കാമെങ്കിൽ ജീവിതത്തിൽ അവനോടൊപ്പം മാത്രം ജീവിക്കാൻ അവകാശപ്പെട്ട ഒരു പെൺകുട്ടി നിങ്ങളുടെ വീട്ടിൽ വന്നത് അവൻ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ അവനെ വേണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവൾ ഇന്ന് സുന്ദരമായി രാവും പകലും മറ്റൊരുത്തൻ്റെ കൂടെ രാത്രിയും പകലും അവൾക്ക് ജീവിക്കാൻ സാധിക്കുമായിരുന്നു. നാം ഗൗരവമായി ചിന്തിക്കണം. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മളൊക്കെ ദീനിൻ്റെ ആൾക്കാരെന്ന് പറയുന്നുണ്ടെങ്കിലും കുടുംബജീവിതത്തിൽ നാം മറ്റുള്ളവരെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ ദ്രോഹം ഇല്ലാതാകണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഫദ്ഫർ ബിദാത്തി ദീൻ. ദീനുള്ള ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ കണ്ടറിയാൻ പറ്റുള്ളൂ, ഒരാർക്കും പറ്റൂല. ഞാൻ പറഞ്ഞു, ഒരിക്കലെങ്കിലും നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ വാക്കുകൾ കേട്ട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ദ്രോഹിച്ചവളാണ്. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും നിങ്ങൾ അവളെ ദ്രോഹിച്ചവളാണ്. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. തൻ്റെ നാവ് കൊണ്ടോ തൻ്റെ കൈ കൊണ്ടോ മറ്റൊരാളെ ഉപദ്രവിക്കുന്നവൻ മുസ്ലിം ആവൂല. നമ്മളെ പേടിച്ച് ആരും ജീവിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു സ്ത്രീക്ക് വേണ്ടത് ദീൻ തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ദീന. ഈ ദീനിൻ്റെ ശരിയായ ഒരു അറിവും ആശയവും നമ്മുടെ മനസ്സിലില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നറിയോ? നമ്മുടെ ജീവിതം തന്നെ പോകും സഹോദരിമാരെ.